ഹായ് ഗൈസ്, ഇന്ന് ഞാനൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇന്ന് ഞങ്ങൾ മിച്ചുബേബിയുടെ പാസ്പോർട്ട് വാങ്ങാൻ തല വരെ ഒന്ന് പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പോയത് ഈവനിങ് ആണ്, എന്നാലും ഒരു ചെറിയൊരു ഡ്രൈവും കൂടെ അയക്കാം, കാരണം സൺസെറ്റ് എന്തായാലും ഇപ്പോൾ ലേറ്റാണ്. അപ്പോൾ നല്ല വെതറാണ്, കുഴപ്പമില്ല. ഞങ്ങൾ പോയ സമയത്ത് മഴയുണ്ടായിരുന്നേ, പക്ഷെ പാസ്പോർട്ടൊക്കെ വാങ്ങി തലേന്ന് തിരിച്ചപ്പോൾ മഴയൊക്കെ അങ്ങ് മാറി. എന്നാൽ ഓക്കെ, വീട്ടിലോട്ട് നല്ല ട്രാഫിക് കാണിക്കുന്നു, എന്നാൽ റൂട്ടൊന്ന് മാറ്റി പിടിച്ചേക്കാമെന്ന് വിചാരിച്ച് അച്ചാച്ചൻ കുത്തിയിരുന്ന് ഗൂഗിളെല്ലാം സെർച്ച് ചെയ്ത് മാപ്പൊക്കെ നോക്കി, എന്നാൽ ഒരു ബീച്ച് സൈഡ് അങ്ങ് ഡ്രൈവ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് തിരിച്ചു. പോകുന്ന വഴി നല്ല ഭംഗിയുള്ള കാഴ്ചയായിരുന്നു. എന്നാൽ ശരി, വണ്ടി ഒന്ന് നിർത്തിയേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ സൈഡിൽ വണ്ടിക്ക് ഒന്ന് ഒതുക്കി. ഞങ്ങൾ കണ്ട കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ഭംഗിയായിട്ടുള്ള സ്ഥലമാണെന്നറിയോ. എന്നാൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കുന്നത് എൻ്റെ കുഞ്ഞാണ്. കാരണം ആ ബീച്ചിൻ്റെ സൈഡിലായിട്ടൊരു റെയിൽവേ ട്രാക്കുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അവൻ ഈ പോകുന്ന പോക്കുണ്ടല്ലോ, ട്രെയിൻ വല്ലതും വരുന്നുണ്ടോ എന്നറിയാനാ. പിന്നാലെ അച്ചാച്ചനും പോകുന്നുണ്ട്. അവൻ അത്ര ക്രേസാണ് ട്രെയിനെന്ന് വെച്ചാൽ. എൻ്റെ പപ്പ ഇതേപോലെ ആയിരുന്നു കേട്ടോ. എൻ്റെ പപ്പ വർക്ക് ചെയ്ത റെയിൽവേയിലാണേ. അതുകൊണ്ട് പപ്പയുടെ ലൈഫിൻ്റെ ഭൂരിഭാഗം ടൈമും പപ്പ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ട്രെയിനിലാണ്. അതുകൊണ്ട് തന്നെ പപ്പയ്ക്ക് അത്രമാത്രം ജീവനാണ് ട്രെയിൻ എന്ന് വെച്ചാൽ. ഇപ്പോഴും അതെ കേട്ടോ. അതേപോലെയാണ് ഞങ്ങളുടെ ചെറുക്കനും. അയ്യോ, അവൻ്റെ ട്രെയിൻ എന്ന് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവന് ട്രെയിനിൽ കയറുന്നത് ഇഷ്ടമാണ്, ട്രെയിൻ കാണുന്നത് ഇഷ്ടമാണ്. ട്രെയിൻ കുറേ വീട്ടിലാണെങ്കിൽ കുറേ ട്രെയിനിൻ്റെ കളിപ്പാട്ടങ്ങളാണ് അവൻ കൂടുതൽ. അവൻ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ. അവൻ അച്ഛൻ പറയുന്നു അവൻ വിളിച്ചിട്ട് വരുന്നില്ല. ഞാനവിടെ പോയില്ല കേട്ടോ, ഞാനിത് മുകളിൽ നിന്നാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇതവർ താഴെ ഇറങ്ങി കണ്ടതാണ്, അവനും അച്ഛനും കൂടെ. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിട്ടാണ് എനിക്ക് മുകളിൽ നിന്ന് ഫീൽ ചെയ്തത്. അപ്പം ഞാൻ ആലോചിക്കുക, താഴെ നിന്ന് കണ്ട എൻ്റെ ചെറുക്കനും എൻ്റെ അച്ഛനും എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന്. നല്ല ഭംഗിയില്ലേ, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഇത്രയൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേര് പറയാൻ വിട്ടുപോയി. ഡാൽക്കി എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര്. ഇതിൻ്റെ കുറച്ചപ്പുറത്ത് തന്നെ ഒരു പാർക്കും കൂടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോയത് അങ്ങോട്ടാണേ. ആ പാർക്കിൻ്റെ പേരാണ് ഡില്ലൻസ് പാർക്ക്. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ പ്രൊണൗൺസ് ചെയ്യുന്നതെന്നേ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു നല്ലൊരു പാർക്ക്. ആ പാർക്കിൽ നമുക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് കടലിനോട് ചേർന്നിട്ടുള്ള പാർക്കാണ്. എന്നാൽ അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ലേ, അതൊരു കുഞ്ഞ് ഐലൻഡാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഐലൻഡ്. അത് എൻ്റെ പേരാണ് ഡാൽക്കി ഐലൻഡ്. അവിടെ ലൈറ്റ് ഹൗസും ഉണ്ട്, ഒരു പഴയൊരു പള്ളി നമുക്ക് കാണാം കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ കുറച്ച് പേര് ബോട്ടിൽ അപ്പുറത്തൊരു ഐലൻഡ് പോകുന്നതായിട്ട് ഞങ്ങൾ കണ്ടായിരുന്നേ. പിന്നെ ഈ പാർക്കിൽ താഴോട്ട് ഇങ്ങനെ ഇറങ്ങാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടെ നിന്നപ്പം കുറച്ച് പേര് ബാർബിക്യൂ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ കണ്ടു. അതിനൊക്കെ പറ്റിയൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. എൻ്റെ ഒരു സജഷൻ എന്തെന്ന് വെച്ചാൽ, സമ്മർ ടൈമിൽ വരുവാണെങ്കിൽ നല്ല വെതറായിരിക്കുമല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ ഇവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഫിഷിംഗ് ആയിട്ടാണെങ്കിലോ, അല്ലെങ്കിൽ പാർക്കിൽ സ്പെൻഡ് ചെയ്യാനാണെങ്കിലോ, അല്ലെങ്കിൽ ഒരു ബോട്ടിംഗ് ഒക്കെ നടത്തി ആ ഡാൽക്കി ഐലൻഡിൽ പോയി ആ ചർച്ചും ലൈറ്റ് ഹൗസും ഒക്കെ ഒന്ന് കാണാനൊക്കെ സാധിക്കും കേട്ടോ. ഞാൻ അന്വേഷിച്ചപ്പം അറിയാൻ കഴിഞ്ഞത് 6000 വർഷം മുമ്പ് ഇവിടെ ആൾക്കാർ താമസിച്ചിരുന്നു എന്നത്, അതായത് ഈ ഐലൻഡിൽ ആൾക്കാർ താമസിച്ചിരുന്നു എന്നതിന് ഒരു പ്രൂഫായിട്ട് ഇപ്പോഴും നമ്മുടെ നാഷണൽ മ്യൂസിയത്തിൽ, ഡബ്ലിനിലുള്ള നാഷണൽ മ്യൂസിയത്തിൽ ഇപ്പോഴും അതിൻ്റെ എവിഡൻസ് ഉണ്ടെന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടെ ആ പാർക്കിൽ ഇരുന്ന് കേട്ടോ. എന്നിട്ട് പിന്നെ നന്നായി വിശന്നപ്പം ഞങ്ങളൊരു 1.5 കിലോമീറ്റർ അടുത്ത് തന്നെയായിരുന്നു അവിടുത്തെ സിറ്റി. ആ സിറ്റിയിലൊക്കെ ഒന്ന് പോയി അവിടെ നടന്നു. പിന്നെ ഫുഡൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ചെറിയൊരു വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.